അങ്ങനെ ഇന്ത്യയുടെ അടുത്തൊരു സീരീസ് എത്തിയിരിക്കുകയാണ്. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിന് തുടക്കമാവുന്നത്. നാളെ രാവിലെ 9:30 മാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 5 ടെസ്റ്റാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് വരുമ്പോൾ കളി വളരെ ആവേശകരമാകാറുണ്ട്. രണ്ടും തുല്യ ശക്തികളാണ്. നാളത്തെ ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ആദ്യത്തെ 2 ടെസ്റ്റിൽ കോഹ്ലി കളിക്കില്ല. കോഹ്ലിക്ക് പകരക്കാരനെ ഇതുവരെ BCCI പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുടെ ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയാണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുമാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും നാളെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. ജയ്സ്വാൾ ഓൾറെഡി ഓപ്പണിങ്ങിൽ കഴിവ് തെളിയിച്ച താരമാണ്. ഇനി 1 ഡൗണിൽ ശുഭ്മാൻ ഗില്ലായിരിക്കും കളിക്കാൻ പോകുന്നത്. 4 നമ്പറിൽ കോഹ്ലി ഇല്ലാത്തതുകൊണ്ട് ശ്രേയസ് ഇറങ്ങും. 5 നമ്പറിലായിരിക്കും രാഹുൽ കളിക്കുന്നത്. അതുപോലെ തന്നെ KS ഭരത് നാളെ കളിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കോഹ്ലി കളിക്കാത്തതുകൊണ്ട് രാഹുലും KS ഭരതും ടീമിലുണ്ടായിരിക്കും. 2 വിക്കറ്റ് കീപ്പേഴ്സുമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത്. നാളത്തെ ടെസ്റ്റ് ഇന്ത്യയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സീരീസ് നേടാൻ സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, KS ഭരത്, ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ, അക്ഷർ പട്ടേൽ, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. നാളെ ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇത് ടെസ്റ്റാണ്, അതും ഇംഗ്ലണ്ടുമായിട്ട്. ഇംഗ്ലണ്ടിനെ ചെറുതായി കാണാൻ സാധിക്കില്ല. വമ്പൻ താരങ്ങളുമായിട്ടാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടുകയെന്ന് പറയുമ്പോൾ അതത്ര ഈസിയല്ല. ഇന്ത്യ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. ഈ ടെസ്റ്റ് സീരീസ് അവസാനിച്ചാൽ പിന്നെ അടുത്തത് IPL ആണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.